സ്വന്തമായിട്ട് എന്തെങ്കിലും ഗ്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കറക്റ്റ് അളവിനായിരിക്കും നമ്മൾ ഗ്ലാസ് മേടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ കറക്റ്റ് അളവിലുള്ള ഗ്ലാസ് ചിലപ്പോൾ വെക്കേണ്ട സ്ഥലത്ത് നമുക്ക് തികയില്ല. ചിലപ്പോൾ ഈ ഒരു ഇത്രയും സൈഡായിരിക്കും പോകേണ്ടി വരിക. അത്രയും സൈഡ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയറൊക്കെ വെച്ചിട്ട് മുറിച്ച് ആകെ വൃത്തികേടാക്കിയിട്ട് ചിലപ്പോൾ മൊത്തത്തിലൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പൊട്ടിപ്പോകുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ടും എങ്ങനെ നമുക്ക് ഗ്ലാസ് കട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുറ്റിക വേണം. ചുറ്റിക ആവശ്യമില്ല, ചുറ്റിക അല്ലെങ്കിൽ പ്ലെയർ ആണെങ്കിലും മതി. പക്ഷേ ചുറ്റിക നമുക്ക് ആവശ്യമുണ്ട്, വേറൊരു ആവശ്യമുണ്ട്, ഞാൻ പറയാം. അപ്പം ഒരു ചുറ്റികയും ഒരു ബൈക്കിൻ്റെ പഴയ സ്പാർക്ക് പ്ലഗുമാണ് വേണ്ടത്. പഴയതില്ലെങ്കിൽ പുതിയതാണെങ്കിലും മതി. പക്ഷേ പുതിയത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പഴയതെടുത്തത്. പഴയതിൽ നമുക്ക് പ്രധാന ഭാഗമായിട്ട് വരുന്നത് ഈ വൈറ്റ് കളറുള്ള സാധനമാണ് നമുക്ക് വേണ്ടത്. ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ വൈറ്റ് കളറുള്ള സാധനമാണ്. അപ്പോൾ ഇതും കൊണ്ട് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകണത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഗ്ലാസ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനായിട്ട് വേറൊരു പരിപാടിയുണ്ട്. നമ്മളെന്ത് ചെയ്യും, ഈ കല്ലിലേക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ഈ ചുറ്റിക എടുത്തിട്ട് ഇതിൻ്റെ ഈ വൈറ്റ് ഭാഗം മാത്രം ഇടിച്ചിട്ട് പീസാക്കി എടുക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്കൊന്ന് ഗ്ലാസ്സിലൊന്ന് വരച്ച് നോക്കാം. ഇത് ഗ്ലാസ് നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഈ പേനയൊക്കെ പിടിക്കണ പോലെ നൈസായിട്ടൊന്ന് പിടിക്കുക, ഓവർ ബലം കൊടുക്കണ്ട, കൈ നോക്കണം. വരയിട്ടു, ചെറുതായിട്ട് വരയിട്ടിട്ടുണ്ട്. വര കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. നമ്മൾ ആദ്യം എടുത്ത ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലാസ് പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ്, ഫൈബർ ഗ്ലാസ്സാണ്. അതിനകത്താണ് ഇത്ര നേരം വരച്ചിട്ട് നമ്മൾ ചെയ്തത്. ഞാൻ കുറച്ച് നേരം വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് ശ്രമിച്ച് നോക്കി, പക്ഷെ നടക്കുന്നില്ല. പക്ഷേ അതിന് പകരം ഒരു ഒറിജിനൽ ഗ്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീടിൻ്റെ ജനലിലിടുന്ന ഗ്ലാസ്സാണ് ഈ ഗ്ലാസ്. അതിന് പൊട്ടിപ്പോയ ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ഗ്ലാസ് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഈ ഗ്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കി, സംഭവം സക്സസ് ആണ്. അപ്പം ലൈവായിട്ട് തന്നെ മുറിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കയ്യിലെന്തെങ്കിലും ഗ്ലൗസ് എന്തെങ്കിലും ഇടുന്നത് നന്നായിരിക്കും, ഇല്ലെങ്കിൽ കൈ മുറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഭയങ്കര നേർത്ത ബ്ലേഡ് പോലെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈയൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ മുറിയും. പിന്നെ പറയാണ്, ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മൾ ഗ്ലാസ് കട്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ, എനിക്കറിയുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. പൊട്ടി ഉണ്ടോ? കറക്റ്റ് ആ മാർക്കിങ്ങിൽ അല്ലെങ്കിലും ചെറുതായിട്ട് ഏകദേശം ആ ഒരു ഭാഗം വരെ പൊട്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. കറക്റ്റ് മാർക്കിങ്ങിൽ വന്നില്ലെങ്കിലും ഏകദേശം ഒരു ചെറിയൊരു മാർക്കിങ്ങിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സൈഡുകളിലൊക്കെ ആണെങ്കിലും ചെറുതായിട്ട് മാർക്ക് ചെയ്തോടം വരെ ചെറുതായിട്ട് നൈസായിട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പോരും. കണ്ടോ, പോരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇതുപോലെ നൈസായിട്ട് പോരും. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസൊക്കെ കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ പൈസ മുടക്കിയിട്ട് അത്രയും പൈസ മുടക്കിയിട്ട് നമുക്ക് ചെറിയ ഈ ഗ്ലാസ് കട്ട് ചെയ്യുന്ന ബ്ലേഡൊന്നും മേടിക്കണമെന്ന് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ബൈക്കിൻ്റെ സ്പാർക്ക് പ്ലഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്പാർക്ക് പ്ലഗ് കത്തിപ്പോയത് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ വൈറ്റ് സാധനം പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ പീസ് ഉണ്ടാവും. ഈ പീസ് കൈ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് പയ്യനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ചെറുതായിട്ടൊരു വളവും തിരിവും ഉണ്ടാവും, അതെങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഉണ്ടാവും. അതിപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഈ ബ്ലേഡിനാണെങ്കിലും കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പോൾ നമ്മൾ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചിടത്തേക്കായിരിക്കില്ല പൊട്ടുക. ചിലപ്പോൾ മൊത്തത്തിൽ പൊട്ടി പോവും,
ചിലപ്പം നമ്മൾ വിചാരിച്ച ഭാഗമായിരിക്കും പൊട്ടുക. അത് നിങ്ങൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ ഇരിക്കും.